PSC പരീക്ഷയിൽ ഒന്നാം റാങ്ക് വാങ്ങുന്ന മിക്ക റാങ്ക് ഹോൾഡേഴ്സിൻ്റെയും ഒരു മോർണിംഗ് സ്റ്റഡി റൂട്ടീനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ എല്ലാം ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ മാർക്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. മോർണിംഗ് സ്റ്റഡി റുട്ടീൻ എന്ന് പറയുമ്പോൾ അത് എപ്പോൾ തുടങ്ങണം എന്നുള്ളതായിരിക്കുമല്ലേ സംശയം. പലരും 6 മണിക്ക് എഴുന്നേൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ 7 മണിക്ക് എഴുന്നേൽക്കുന്നവരായിരിക്കും. നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ ആദ്യം രാവിലെ എഴുന്നേൽക്കുന്ന സമയം ഫിക്സ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പകൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മണിക്ക് എഴുന്നേറ്റാൽ മതി. അതല്ല, നിങ്ങൾക്ക് വേറെ ജോലിയോ ക്ലാസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. നേരത്തെ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 4:30-ക്കെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക. 4:30-ക്ക് എഴുന്നേറ്റ് നമ്മൾ അത്യാവശ്യം ഫ്രഷായി കഴിയുമ്പോൾ തന്നെ 5 മണിയാവും. സോ 5 മണി തൊട്ട് നിങ്ങൾ ഒരു 7:30 വരെ പഠിക്കാൻ കഴിയണം. ഈ ഒരു 4:30 സമയത്ത് എഴുന്നേൽക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിനായാലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും വീട്ടമ്മമാർക്കും എല്ലാം ധാരാളം സമയം രാവിലെ തന്നെ പഠിക്കാൻ കിട്ടും. അതായത് ഒരു 6, 7, 2.5 മണിക്കൂറെങ്കിലും രാവിലെ പഠിക്കാൻ കഴിയും. ഈ രാവിലെ പഠിക്കുന്നതിൻ്റെ ഏറ്റവും ഗുണം, നമുക്ക് മെലാറ്റോണിൻ പോലെയുള്ള ഹോർമോണൊക്കെ ഏറ്റവും കൂടുതൽ പീക്ക് ലെവലിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് പഠിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ മറക്കില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള സമയമാണ്, ആരുടെയും ശല്യങ്ങളില്ലാതെ കൂടുതൽ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാത്ത സമയമാണ് രാവിലെ, അതിരാവിലെ. സോ പരമാവധി രാവിലെ പഠിക്കാൻ എഴുന്നേൽക്കുക. അതിന് മടിയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കാനുള്ള ടിപ്സിനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. 5 മണിക്ക് നിങ്ങൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കപ്പ് കാപ്പിയോ അല്ലെങ്കിൽ ചായയോ ഉണ്ടായിരിക്കണം. കാരണം ഒരു രീതിയിൽ നമുക്ക് ആ 2.5 മണിക്കൂർ ക്ഷീണം വരാൻ പാടില്ല. അപ്പോൾ ചെറിയ രീതിയിൽ പഠിക്കുക, അതോടൊപ്പം കുറച്ച് കാപ്പി കുടിച്ചു പോവുകയാണെങ്കിൽ നല്ലൊരു എനർജി നമുക്കുണ്ടാവും. അതുപോലെ അതിരാവിലെ പഠിക്കുമ്പോൾ പരമാവധി കുളിച്ചിട്ടിരുന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ചില ആളുകൾക്ക് കുളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും. അങ്ങനെയുള്ളവരാണെങ്കിൽ അതിന് ആവശ്യമില്ല. അതേസമയം നിങ്ങൾക്ക് കുളിച്ച് കഴിയുമ്പോൾ നല്ല ഫ്രഷായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട്, അതായത് തല കഴുകി കുളിച്ചിട്ട് പഠിക്കാനായിട്ട് ഇരിക്കുക. രാവിലെ പഠിക്കുമ്പോൾ തണുപ്പിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അടച്ചിട്ട മുറിയിലിരുന്ന് പഠിക്കാതെ കുറച്ചുകൂടെ പുറത്തേക്ക് ഇരുന്ന് പഠിക്കാം. അതായത് ഇപ്പം ബാൽക്കണിയിലോ അങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കാം. മഞ്ഞൊക്കെ ഉള്ള സമയത്ത് പാടില്ല, കാരണം പിന്നെ തുമ്മലും പനിയായിട്ട് പഠിത്തം മുഴുവൻ കുളവാകും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊരു ഫ്രഷ് വായു ഒക്കെ ശ്വസിച്ച് വേണമെങ്കിൽ പഠിക്കാം. 5 മണിക്ക് പഠിക്കാനിരിക്കുന്ന ഒരു വ്യക്തി 6:30 ആവാതെ അവിടെ നിന്ന് എഴുന്നേൽക്കാനേ പാടില്ല. 6:30 ആകുമ്പോൾ വീട്ടുകാരൊക്കെ എഴുന്നേറ്റ് വരുമല്ലോ, ആ സമയം വരെ കണ്ടിന്യൂസ് പഠിക്കുക. രാവിലെ എന്ത് വിഷയം പഠിക്കണം എന്നായിരിക്കും പലർക്കും സംശയം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം, അതേസമയം കുറച്ച് ടഫാണ്, അങ്ങനത്തെ വിഷയങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഒരുപാട് ടഫായിട്ടുള്ള വിഷയം എടുക്കരുത്, കാരണം രാവിലെ തന്നെ നമ്മുടെ മനസ്സ് മടുത്തു പോകും. അതേസമയം കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതും എന്നാൽ കുറച്ച് ടഫായിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അന്നത്തെ ദിവസം മുഴുവൻ പഠിക്കാനുള്ളൊരു ഊർജ്ജം ലഭിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ക്ലാസ്സുകളൊക്കെ കണ്ടു പഠിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ വീഡിയോസ് ആപ്പ് വഴിയൊക്കെ ക്ലാസ്സുകൾ കണ്ടു പഠിക്കുകയാണെങ്കിൽ രാവിലെ അത് ചെയ്യരുത്. കാരണം നമ്മൾ ഈ ലൈവ് ക്ലാസ് അല്ലെങ്കിൽ മറ്റേ റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ തന്നെ 1-2 മണിക്കൂർ അങ്ങനെ പോകും. അപ്പോൾ ആ ഒരു ദിവസം മൊത്തം പിന്നെ നമുക്ക് ബോറിംഗ് ആയിരിക്കും. ഇപ്പോൾ രാവിലെ അങ്ങനത്തെ വീഡിയോസൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ ശ്രമിക്കാതെ തലേന്നേ അങ്ങനത്തെ വീഡിയോസ് കണ്ട് നോട്ട്സ് എഴുതി വയ്ക്കുക. ആ നോട്ട്സ് വേണം രാവിലെ എടുത്ത് പഠിക്കേണ്ടത്. രാവിലെ നമുക്ക് വേണ്ടിയിട്ട് മാത്രം സമയം മാറ്റി വയ്ക്കുക. അത് മറ്റുള്ളവരുടെ ക്ലാസ് കാണാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോകരുത്. നമുക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കുക. പരമാവധി ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ലാപ്ടോപ്പോ ടാബൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ക്ലാസ്സുകളൊക്കെ കണ്ടു പഠിക്കുന്നതാണ് എപ്പോഴും ഒരു PSC വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. കാരണം ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ സമയമെല്ലാം വേസ്റ്റ് ആവുകയും ചെയ്യും. അതേസമയം ലാപ്ടോപ്പ് ആണെങ്കിൽ അതിൽ ചാറ്റിങ്ങോ റീൽസോ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ആ ക്ലാസ് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ രാവിലെ നിങ്ങൾ ഒരിക്കലും വീഡിയോസ് കാണാൻ നിൽക്കരുത്. തലേന്നേ വീഡിയോസ് കണ്ടിട്ട് നോട്ട്സ് എഴുതി വയ്ക്കുക. ആ നോട്ട്സ് വേണം രാവിലെ പഠിക്കേണ്ടത്. വേറൊരു രീതി ചെയ്യാൻ കഴിയുന്നത്, തലേന്ന് എന്താണോ പഠിച്ചത് ആ കാര്യങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്യാനും രാവിലെ ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഉണർന്ന് വരുമ്പം ഇന്നലെ ഓൾറെഡി പഠിച്ചതാണല്ലോ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അതിന് റിവിഷൻ ചെയ്യാനായിട്ടൊന്നും എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മടിയുള്ളവരാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആദ്യം തൊട്ട് പഠിക്കുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ടോപ്പിക്സൊക്കെ ഈ രാവിലെ പഠിക്കാനായിട്ട് തുടങ്ങുക. അങ്ങനെ 5 മണി തൊട്ട് 6 വരെ പഠിച്ച ശേഷം 6:30-ക്ക് എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് നടക്കുന്നു. വെറുതെ മുറ്റത്തോ ചെറിയൊരു തണുപ്പൊക്കെ കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ എഴുന്നേറ്റ് വന്നു അപ്പോൾ ജസ്റ്റ് അവരുടെ സംസാരിക്കുന്നു. ആ ഒരു 10 മിനിറ്റ് അവിടെ ചിലവഴിച്ച ശേഷം വീണ്ടും പഠിക്കാനിരിക്കുന്നു. പിന്നെ പഠിക്കേണ്ടത് 7:30. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 8:30, 9 മണി വരെ പഠിക്കാം. 9 മണിക്ക് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഈ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ രാവിലെ നമുക്ക് കുറേ സമയം പഠിക്കാൻ കഴിയും. നമ്മൾ എത്ര സമയം പഠിച്ചു എന്നുള്ളതല്ല, ആ എത്ര സമയം ഉപയോഗിച്ചു. ഇപ്പോൾ 2.5 മണിക്കൂറാണ് പഠിച്ചതെങ്കിൽ അത്രയും സമയം നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ പഠിക്കാനായിട്ട് വീട്ടിൽ ഇരുന്നാലും ചിലപ്പോൾ ഒരു ചാപ്റ്റർ കഷ്ടിച്ചൊന്ന് തീർന്നിരിക്കും അല്ലേ, അതിൽ കാര്യമില്ല. ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയും. സോ ഏറ്റവും നല്ല ക്വാളിറ്റി ടൈംസാണ് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്.
ജോലിക്കൊക്കെ പോവേണ്ടവരാണെങ്കിൽ ഈ രാവിലെ 4:30 എണീറ്റ് 5 മണി വരെ റെഡി ആവുന്ന സമയത്ത് പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങ് ഒരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനായിട്ട് നമുക്ക് സമയം കളയേണ്ട. ബസ്സിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് പോയാൽ മതി. അപ്പോൾ അത്രയും സമയം നമുക്കത് പഠിക്കാൻ കഴിയും. ഈ പഠിച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ട്രെയിനിലോ ബസ്സിലോ ഇരുന്ന് റിവിഷൻ ചെയ്യാനും കഴിയും. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഞാനൊരു സ്റ്റഡി മോട്ടിവേഷൻ ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ താഴെ പറയുന്ന, അതായത് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള മെയിൽ ID യിൽ മെസ്സേജ് ചെയ്താൽ മതി. താങ്ക്